നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മറ്റൊരു വാസ്തുവിദ്യാ ശാസ്ത്രത്തെ പ്രതിപാദിക്കുന്ന വീഡിയോ കൂടി തയ്യാറാക്കി നിങ്ങളിലേക്ക് ഞാൻ എത്തുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ വിഷയം നാം കിടപ്പുമുറി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട 5 ടിപ്സ്, കിടപ്പുമുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 5 ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കിടപ്പുമുറിയോട് ചേർന്ന് ബാത്റൂം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കിടപ്പുമുറിയോട് ചേർന്ന് അത് ഒരു ഭിത്തി ഷെയർ ചെയ്തുകൊണ്ട് ബാത്റൂം നിർമ്മിക്കാതിരിക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് പലർക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം അറ്റാച്ച് ബാത്റൂം ഇപ്പം ഒരു ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്രകാരം അറ്റാച്ച് ബാത്റൂം കൊടുക്കുന്നുണ്ട് എങ്കിൽ അറ്റാച്ച് ബാത്റൂമിന്റെ വാതിലിന് നേർക്ക് നാം തല വയ്ക്കുന്ന രീതിയിലോ കാല് വയ്ക്കുന്ന രീതിയിലോ കട്ടിലിടാതിരിക്കുക. ആ വാതിലിന് നേരെ ഒഴിച്ചിട്ട് മാറ്റി വേണം കട്ടില് സ്ഥാപിക്കാനായിട്ട്. ഇത് കിടപ്പുമുറിയിൽ ഏത് മുറികളിലാണെങ്കിലും, അതായത് പ്രധാന കിടപ്പുമുറിയിലും കുട്ടികളുടെ കിടപ്പുമുറിയിലും ഗസ്റ്റ് റൂമിലും ഒക്കെ ഇതേ സമ്പ്രദായം തന്നെ പാലിക്കേണ്ടതാണ്. കട്ടിലിടുമ്പോൾ ആ കട്ടില് ഈ ബാത്റൂമിന്റെ വാതിലിന് നേർക്ക് വരാതിരിക്കുക. രണ്ടാമത്തെ പ്രധാന കാര്യം കുട്ടികളുടെ മുറിയുമായിട്ടുള്ള കാര്യമാണ്. കുട്ടികളുടെ കിടപ്പുമുറി നാം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റോഡിനോട് ചേർന്ന് വരാതിരിക്കുക. അതായത് വീടിന്റെ ഏതു വശത്താണോ റോഡ്, ആ വശത്തിന് എതിർവശത്തായിട്ട് കുട്ടികളുടെ കിടപ്പുമുറി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളുടെ കിടപ്പുമുറി റോഡിനോട് ചേർന്ന് വരുമ്പോൾ അവിടെ ആ ശബ്ദ മാലിന്യങ്ങളും അന്തരീക്ഷത്തിലെ പുകയുടെ മാലിന്യങ്ങളും ഒക്കെ ചേർന്നിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതായത് പ്രതികൂല ഊർജം ധാരാളമായിട്ട് ഈ കിടപ്പുമുറിയിൽ, കുട്ടികളുടെ കിടപ്പുമുറിയിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിന് വിപരീത വശത്തായിട്ട് കുട്ടികളുടെ കിടപ്പുമുറി അറേഞ്ച് ചെയ്യുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കിടപ്പുമുറികളുടെ വാതിലുകൾ തമ്മിൽ നേർക്ക് നേരെ വരാതിരിക്കുക. അങ്ങനെ വരുന്ന പക്ഷം ആ വീട്ടിലെ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ രൂപപ്പെടാനും ഒരു കലഹത്തിലേക്കും ആ ഗ്രഹത്തിലെ ഐശ്വര്യഹാനിക്കും ഒക്കെ അത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഗ്രഹത്തിൽ വാതിലുകൾ നേരെ വരാതിരിക്കുക. കുട്ടികളുടെ കിടപ്പുമുറി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു മുറികളെല്ലാം തമ്മിൽ ഇതുപോലെ തന്നെ നേരെ നേരെ വാതിലുകൾ വരാത്ത രീതിയിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. കിടപ്പുമുറികൾ തമ്മിലുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും തരത്തില് മറവുകൾ സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിൽ നിലവിൽ നേർക്കുനേരെ വാതിലുള്ള വീടുകളിലൊക്കെ പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത്. പുതിയതായിട്ട് വീട് വയ്ക്കുന്നവർ ഈ കാര്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് വീട് വയ്ക്കുക. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കിടപ്പുമുറികളുടെ വാതിലുകൾ ഒരു കാരണവശാലും ദീർഘചതുരാകൃതി അല്ലാത്ത മറ്റ് ആകൃതികളിൽ നിർമ്മിക്കാതിരിക്കുക. ദീർഘചതുരാകൃതിയിൽ നിർമ്മിക്കുന്ന വാതിലിന് മദ്യം താഴ്ന്ന രീതിയിലോ മധ്യഭാഗത്ത് ഉയർന്ന രീതിയിലോ ചെയ്യാൻ പാടില്ല. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങളോ ഡിസൈനുകളോ എന്തെങ്കിലുമൊക്കെ അതിൽ ഏർപ്പെടുത്തുമ്പോൾ അത് മദ്യം ഉയർന്ന രീതിയിലോ മദ്യം താഴ്ന്ന രീതിയിലോ ആകാത്ത തരത്തില് വാതിലുകൾ പരമാവധി പരന്ന രീതിയിൽ, നിരപ്പായ രീതിയിൽ ക്രമീകരിക്കുക. അഞ്ചാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, സീലിങ്ങുകൾ പരന്നതായിരിക്കണം എന്നുള്ളതാണ്. ചരിഞ്ഞതോ മറ്റാകൃതി പൂണ്ടതോമായിട്ടുള്ള സീലിങ്ങുകൾ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതായത് കിടപ്പുമുറിയുടെ സീലിംഗ് നിരപ്പുള്ളതായിരിക്കണം. പല സ്ഥലങ്ങളിലും ഈ കിടപ്പുമുറികളിൽ എക്സ്ട്രാ ഫോൾ സീലിങ്ങുകളൊക്കെ കൊടുക്കുമ്പോൾ, പല പല ഡിസൈനിൽ കൊടുക്കുമ്പോൾ മധ്യഭാഗം കുഴിഞ്ഞിരിക്കുന്ന രീതിയിലും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ വാസ്തുപരമായിട്ട് അനുകൂലമല്ല എന്ന് ഇത്തരത്തിൽ പറയുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മധ്യഭാഗത്തോ അല്ലെങ്കിൽ നടുക്കൊക്കെ കുഴിയുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. സീലിംഗ് എപ്പോഴും പരന്നതായിട്ട് ചെയ്യുക. കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, കിടപ്പുമുറിയുടെ മധ്യഭാഗത്തുകൂടി അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് ബീമുകൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ ബീം ഉണ്ടെങ്കിൽ അത് ഫോൾസ് സീലിങ്ങിലൂടെ മറച്ചിരിക്കണം. അങ്ങനെ മറയ്ക്കുന്ന ഫോൾസ് സീലിങ്ങുകളൊക്കെ നിരന്നതായിരിക്കണം, നിരപ്പുള്ളതായിരിക്കണം എന്നാണ് ഈ അഞ്ചാമത്തെ പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഒരു കിടപ്പുമുറി നാം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ഗ്രഹനിർമ്മാണം നടത്തിയാൽ തീർച്ചയായിട്ടും ആ കിടപ്പുമുറി കൊണ്ടുള്ള
ആനുകൂല്യം, വാസ്തു ആനുകൂല്യം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നതാണ്. ഈ മേൽപ്പറഞ്ഞ 5 കാര്യങ്ങൾ ഏതെങ്കിലും തന്നെ നമ്മളുടെ ഇപ്പോൾ നിലവിൽ വീട്ടിലെ കിടപ്പുമുറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. കാര്യം നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഈ വാതിലുകൾ പൊളിച്ച് മാറ്റി സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിലവിൽ ഉണ്ടെങ്കിൽ ആ ദോഷത്തിന് പരിഹാരമായിട്ട് വിൻഡ് ചെയിനുകൾ, മണികളൊക്കെ തൂക്കിയിടുക. കാറ്റിൽ ഇളകിയാടുന്ന മണികൾ തൂക്കിയിടുക എന്നുള്ളതാണ്. ചെറിയ വായു പ്രവാഹം വരുമ്പോൾ അതിൽ ഈ മണികൾ ആടിയിട്ട് ആ ശബ്ദം നമ്മളുടെ ഈ ഭാഗങ്ങളിലൊക്കെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രതികൂല ഊർജത്തെ ഇല്ലാതാക്കും. മണികൾ കൂടാതെ മുളം കുഴൽ കൊണ്ടുണ്ടാക്കുന്ന ഓടക്കുഴലും നമുക്ക് ഇത്തരത്തിൽ തൂക്കിയിടാവുന്നതാണ്. ഓടക്കുഴലിൽ കാറ്റടിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ, കേൾക്കാൻ പറ്റുന്നതിൽ താഴ്ന്ന ശബ്ദത്തില് സപ്തസ്വരങ്ങൾ അതിൽ കൂടി പ്രവഹിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓടക്കുഴൽ തൂക്കിയിടുന്നതും ഇത്തരത്തിൽ ദോഷങ്ങളുള്ള വീട്ടിലെ പ്രതികൂല ഊർജങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കിടപ്പുമുറി നിർമ്മിക്കുക. നിർമ്മിച്ചു കഴിഞ്ഞ വ്യക്തികൾക്ക് ഇത് പരിഹരിക്കാനായിട്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളെ ചെയ്യുക. എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അല്പം വാസ്തുശാസ്ത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വാസ്തു അനുകൂലമായാൽ മാത്രമേ ആ വീട്ടിൽ താമസിക്കുന്ന അന്തേവാസികൾക്ക് ഉയർച്ചയുണ്ടാവുകയുള്ളൂ. ഇന്നത്തെ വിഷയം ആരോഗ്യമാണ്. ഒരു ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് ആരോഗ്യത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നാം കരുതേണ്ടത്. പണവും മറ്റ് എന്തും ഉണ്ടെങ്കിലും ആരോഗ്യമില്ല എങ്കിൽ ആ ജീവിതം ദുരിതമാണ്, ദുഃഖപൂർണമാകാം. അതുകൊണ്ട് തന്നെ വാസ്തു അനുകൂലമാക്കി ആരോഗ്യത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ കൈകാര്യം ചെയ്യുന്നത്. വാസ്തുശാസ്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ, അതായത് ആ ഗ്രഹത്തിൽ താമസിക്കുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നല്ല ആരോഗ്യമുള്ള ശരീരം നേടുന്നതിനും രോഗങ്ങൾ ഉള്ളവർക്ക് രോഗങ്ങൾ ഇല്ലാതാകുന്നതിനും അതിൽ നിന്ന് ആശ്വാസം നേടുന്നതിനും ഒക്കെയായിട്ട് വാസ്തുശാസ്ത്രത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള 7 ടിപ്സ്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ന് നാം എല്ലാവരും മഹാമാരികളുടെ കാലത്തിലാണ് ജീവിക്കുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നമുക്ക് ഏതെല്ലാം തരത്തിൽ ശ്രദ്ധ കൊണ്ടുവരാമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ വാസ്തു കൂടി അനുകൂലമായിരുന്നാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. ഇമ്മ്യൂണിറ്റി, നമ്മളുടെ പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് വാസ്തുശാസ്ത്രം ഒരു ഘടകമാണ്. വാസ്തു അനുകൂലമായെങ്കിൽ മാത്രമേ നമുക്ക് ഈ തരത്തിലൊക്കെ നമുക്ക് നേരായി ആരോഗ്യത്തെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യം നേടിയെടുക്കാനും രോഗങ്ങളുള്ളവർക്ക് രോഗങ്ങളിൽ നിന്ന് ശമനം നേടാനും ഒക്കെ ആയിട്ട് വാസ്തുശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തേണ്ട 7 പ്രധാന കാര്യങ്ങളെ അഥവാ 7 ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ടിപ്പിലേക്ക് നോക്കാം. വാസ്തുശാസ്ത്രപരമായിട്ട് വടക്കുകിഴക്ക് ഭാഗം വാസ്തു അനുകൂലമായി വരുന്നാൽ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് ആരോഗ്യമുണ്ടാകും, രോഗങ്ങളില്ലാതായിട്ട് ജീവിക്കാനായിട്ട്, സുഖകരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് ചുവപ്പ് കളർ നിറം കലർന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് വടക്കിഴക്ക് ഭാഗത്ത് ഭിത്തികൾക്ക് ചുവപ്പ് നിറം കൊടുക്കാതിരിക്കുക, ചുവപ്പിന്റെ അവാന്തര നിറങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് കർട്ടൻ, ഭിത്തികൾക്കുള്ള നിറം മാത്രമല്ല, കർട്ടൻ തുണികൾ, കസേരയുടെ നിറം തുടങ്ങിയ പല കാര്യങ്ങളും ചുവപ്പ് വടക്കുകിഴക്ക് ഭാഗത്തു നിന്ന് ഒഴിവാക്കുക. പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് നാം വീടിനെ ക്രമീകരിച്ചാൽ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കുന്നതാണ്. ആരോഗ്യം, ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് തെക്കുകിഴക്ക് ഭാഗത്തെ കുറിച്ചാണ്. തെക്കുകിഴക്ക് ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചുവപ്പ് നിറം നമ്മൾ കൊടുക്കുക. ഭിത്തിക്ക് ചുവപ്പ് നിറം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കുക. അതല്ലെങ്കിൽ കർട്ടൻ, അവിടെ വെച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ തുടങ്ങിയതൊക്കെ ചുവപ്പ് നിറത്തിലുള്ളതാക്കുക. അപ്പം തെക്കുകിഴക്ക് ഭാഗത്ത് ചുവപ്പ് നിറം കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ചുവപ്പിന്റെ അവാന്തര നിറങ്ങളും നമുക്ക് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മൂന്നാമത്തെ ടിപ്പ്, മൂന്നാമത്തെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം,
തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് നമ്മൾ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അത് രോഗങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. രോഗങ്ങളുള്ളവർ നിരന്തരമായിട്ട് മരുന്ന് കഴിച്ചിട്ടും അത് രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകാത്തവരൊക്കെ ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മരുന്ന് കഴിക്കുന്ന വേളയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് കഴിക്കുക. അത് ദഹനശേഷിയെ, ആ മരുന്നിന്റെ പ്രയോജനം നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നതിന് അത് കാരണമാവുകയും ചെയ്യും. തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ ഭാഗമാണ്. അഗ്നിയാണ് എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനെയും സ്വാംശീകരിച്ചെടുക്കുന്ന, തന്നിലേക്ക് സ്വീകരിക്കുന്ന പഞ്ചമൂലതത്വമാണ് അഗ്നി. അഗ്നിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ മരുന്നും ഭക്ഷണവും ഒക്കെ കഴിച്ചാൽ നമുക്ക് അതിന് ദഹനശേഷിയും അതിൻ്റെ പ്രയോജനം നമ്മളുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുകയും ചെയ്യും. മൂന്നാമത്തെ പ്രധാന ടിപ്പാണ് ഈ പറയുന്നത്, തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് രോഗങ്ങളുള്ളവർ മരുന്ന് കഴിക്കുക. എല്ലാ ദിവസവും നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ മരുന്ന് കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ രോഗങ്ങളെ ഇല്ലാതാക്കാൻ, നമുക്ക് ആരോഗ്യം നൽകാൻ ഒക്കെ നമ്മൾ ആരാധിക്കുന്നത് ശിവഭഗവാനെയാണ്. ശിവഭഗവാന്റെ മൃത്യുഞ്ജയ രൂപമാണ് നമ്മളുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുക. മാർക്കണ്ഡേയ കുമാരന് കാലനിൽ നിന്ന് അകറ്റി മൃത്യുവിൽ നിന്ന് ജയിക്കാനായിട്ട് ശിവഭഗവാന്റെ അനുഗ്രഹത്താലാണ് അത് സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൃത്യുഞ്ജയൻ എന്ന് പറയുന്ന ശിവരൂപത്തെ നമ്മൾ ആരാധിക്കുക. മൃത്യുഞ്ജയ രൂപത്തിലുള്ള ശിവഭഗവാന്റെ ഒരു ചിത്രം വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുക. ഗ്രഹത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുക. ശിവഭഗവാന്റെ മൃത്യുഞ്ജയ രൂപത്തിലുള്ള ഒരു ചിത്രം വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുക എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട ടിപ്പ്. നാലാമതായിട്ട് ചെയ്യേണ്ട പ്രധാന കാര്യം, ഈ വടക്കിഴക്ക് മേഖലയാണ് ആരോഗ്യത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തെ, മൃത്യുഞ്ജയ ഭഗവാന്റെ ചിത്രത്തെ, നമുക്ക് ആരോഗ്യം തരുന്നതായിട്ടുള്ള ദേവതയുടെ ചിത്രത്തെ ആ ഭാഗത്ത് വയ്ക്കുമ്പോൾ അതുവഴി നമുക്ക് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുകയും നമ്മൾ മരുന്ന് കഴിക്കുന്നത് ഫലവത്താവുകയും നമ്മൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണവും രോഗനിവാരണവും ഉദ്ദേശിക്കുന്ന എല്ലാവരും വടക്ക് കിഴക്ക് ഭാഗത്ത് മൃത്യുഞ്ജയ രൂപത്തിലുള്ള ശിവഭഗവാന്റെ ഒരു ചിത്രത്തെ വെക്കുക എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട ടിപ്പ് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ടിപ്പ്, അഥവാ അഞ്ചാമതായിട്ട് നാം വാസ്തുവിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, വടക്ക് കിഴക്ക് ഭാഗത്ത് എല്ലായ്പ്പോഴും മൃത്യുഞ്ജയ മന്ത്രത്തെ വെക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇലക്ട്രോണിക് യുഗമാണ്. ഇലക്ട്രോണിക്സ് യുഗത്തിൽ നമുക്ക് മൃത്യുഞ്ജയ മന്ത്രവും ഓം നമ ശിവായ മന്ത്രവും ഒക്കെ നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് പ്ലേ ചെയ്യുന്ന ഓഡിയോ ഡിവൈസുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓഡിയോ ഡിവൈസ് ഒരെണ്ണം സംഘടിപ്പിച്ചുകൊണ്ട് രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമാണ്, അവരുടെ വീടിന് വടക്ക് കിഴക്ക് ഭാഗത്ത് മൃത്യുഞ്ജയ മന്ത്രത്തെ നിരന്തരമായി വളരെ കുറഞ്ഞ സൗണ്ടിൽ അവിടെ ഓൺ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. 24 മണിക്കൂറും സാധിക്കുമെങ്കിൽ അവിടെ ഓൺ ചെയ്ത് വയ്ക്കുക. നമ്മളുടെ ആരോഗ്യത്തിന്റെ പ്രധാന ഭാഗമാണ് വടക്ക് കിഴക്ക് മൂല. അവിടെ മൃത്യുഞ്ജയ മന്ത്രം നിരന്തരമായിട്ട് മുഴങ്ങുന്നതിലൂടെ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് രോഗങ്ങളില്ലാതായിട്ട് ജീവിക്കാനും രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനും രോഗങ്ങൾ ഉള്ളവർക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ടിപ്പുകളിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഞാൻ അതീവ ഗൗരവത്തോടു കൂടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക. 24 മണിക്കൂറും നാം ഇത്തരത്തിൽ മൃത്യുഞ്ജയ മന്ത്രം പ്ലേ ചെയ്യുന്നതിലൂടെ ആ ഭാഗത്തൊരു ഹീലിംഗ് എഫക്റ്റ് ലഭിക്കുകയും അത് നമ്മളുടെ ശരീരത്തിലേക്കും ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് രോഗങ്ങൾക്ക് ഒരു ഹീലിംഗ് എഫക്റ്റ് ലഭിച്ച് ഹീലിംഗ് പവർ ലഭിക്കുന്നതിന് കാരണമാകും. വളരെ ഏറെ ഫലപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണിത്. നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. ആറാമത്തെ വാസ്തുപരമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, വടക്ക് കിഴക്ക് ഭാഗത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഗ്രഹത്തിന്റെയും പുരയിടത്തിന്റെയും ഒക്കെ വടക്ക് കിഴക്ക് ഭാഗത്ത്, കുറഞ്ഞ പക്ഷം ഗ്രഹത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ അടുക്കി പെറുക്കി വയ്ക്കുക, വൃത്തിയോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വാസ്തുപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏഴാമത്തെ പ്രധാന കാര്യം, അതായത് ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന്, വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ഭാരം കൂടിയ വസ്തുക്കളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഭാരം കൂടിയ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവിടുന്ന് ഒഴിവാക്കി മറ്റ് സ്ഥാനങ്ങളിലേക്ക് ക്രമീകരിക്കുക. ഞാൻ നേരത്തെ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ. ഭാരം കൂടിയ വസ്തുക്കൾ ക്രമീകരിക്കേണ്ട വിധമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചഭൂത തത്വങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് വാസ്തു അനുകൂലമാക്കുന്നതിൽ
പൊതുവായിട്ടുള്ള സ്ഥാനദോഷത്തിന്റെ കാര്യം പറഞ്ഞ വീഡിയോയിൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് ഭാരം കൂടിയ വസ്തുക്കൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ പ്രധാന കാര്യം. ഈ 7 കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഗ്രഹം അറേഞ്ച് ചെയ്യുന്ന, വാസ്തു ക്രമപ്പെടുത്തുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക്, ആ വീട്ടിലെ അന്തേവാസികൾക്ക് തീർച്ചയായിട്ടും രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. നിരന്തരമായിട്ട് വളരെ കാലമായിട്ടുള്ള രോഗങ്ങൾക്ക് പോലും മാറ്റമുണ്ടായിട്ട് ആ രോഗങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. രോഗങ്ങൾ ഇല്ലാതെ ജീവിക്കാനും നല്ല ആരോഗ്യം ഉണ്ടാകാനും രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാനും ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ സഹായകരമാകുന്നതാണ്. കൂടാതെ ഭഗവാൻ മൃത്യുഞ്ജയനെ ഭജിക്കുക, തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തുക. ഈ 7 കാര്യങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഒരു ഭവനം ഐശ്വര്യപൂർണ്ണമാക്കാനായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുള്ള 11 കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു ഗ്രഹത്തിൽ ഐശ്വര്യത്തെ നിലനിർത്താനായിട്ട് നമ്മുടെ പഴമക്കാർ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതൊക്കെ ശാസ്ത്രീയം തന്നെയാണ്. നമ്മളുടെ ഗ്രഹത്തിൽ നിന്ന്, അതായത് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കിയിട്ട് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട്, അതായത് അനുകൂല ഊർജത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ള വേണ്ട കാര്യങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. പല കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും വളരെ അനുയോജ്യമായതാണ് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള അനുകൂല ഊർജത്തെ നിലനിർത്താൻ പഴമക്കാർ പറഞ്ഞിരുന്ന 11 കാര്യങ്ങളെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കിനി ആ 11 കാര്യങ്ങളെ ഒന്ന് നോക്കാം. ഒന്ന്, 2 സ്ഥലത്ത് പാചകം ചെയ്യാൻ പാടില്ല എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 അടുക്കളയുടെ കാലം വളരെ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. 2 അടുക്കള എല്ലാവർക്കും ഒരു നിർബന്ധമായിട്ട് വേണ്ടതാണ്. പക്ഷെ നമ്മുടെ പഴമക്കാർ 2 അടുക്കള പാടില്ല, 2 വെയ്പ്പ് പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം ഉമ്മറപ്പടിയിൽ ഇരിക്കരുത് എന്നുള്ളതാണ്. ഉമ്മറപ്പടിയിൽ വെച്ചിട്ടാണ്, അവിടെ ഇരുന്നുകൊണ്ടാണ് നരസിംഹാവതാരം തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയത്. സന്ധ്യാസമയങ്ങളിലും മറ്റു സമയങ്ങളിലുമൊക്കെ കഴിവതും ഉമ്മറപ്പടിയിൽ ഇരിക്കാതെ ഇരിക്കുക, അതാണ് നമ്മളുടെ പഴമക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യം. മൂന്നാമത്തേത്, ഉമ്മറപ്പടിയിൽ തലവെച്ച് കിടന്നുറങ്ങാനും പാടില്ല എന്നും പറയുന്നുണ്ട്. ഉമ്മറപ്പടി, ഇന്നത്തെ കട്ടളയുടെ അടിയിലുള്ള പടിക്കാണ് ഉമ്മറപ്പടി എന്ന് പറയുന്നത്. ഉമ്മറപ്പടിയിൽ തലവെച്ച് കിടന്നുറങ്ങാൻ പാടില്ല. നാലാമത്തെ, തുണി, മുറം തുടങ്ങി ഗ്രഹസ്ഥന്മാർ, ആ ഗ്രഹത്തിലുള്ളവർ ഉപയോഗിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ തീപിടുത്തമുണ്ടായിട്ട് അത് പിന്നീട് സൂക്ഷിച്ച് വീട്ടിൽ തന്നെ വെക്കുക എന്നുള്ള കാര്യം ചിലരൊക്കെ ചെയ്യാറുണ്ട്. അത്തരത്തിൽ സൂക്ഷിച്ചത് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മുറം തുടങ്ങി ഗ്രഹോപകരണ സാധനങ്ങളും നമ്മളുടെ വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളും ഏതെങ്കിലും കാരണവശാൽ തീ പിടിക്കുക, അഗ്നി അല്പമെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്രഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നടവഴിയിൽ ഇരിക്കാനും കിടക്കാനും പാടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് അത് പ്രത്യേകിച്ച് അതിന് സാധ്യതയൊന്നുമില്ല എങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാം ഒരുപക്ഷെ വിശ്രമത്തിനും ഒഴിവു സമയങ്ങളിലുമൊക്കെ നടവഴിയിലുമൊക്കെ ഇരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പഴമക്കാർ അത് പറഞ്ഞതിന്റെ പൊരുള് ഇന്നത്തെ കാലത്ത് മനസ്സിലാകുന്നില്ല എങ്കിൽ കൂടിയും അതിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയ സത്യമുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അതിനെ പാലിക്കാൻ ശ്രമിക്കാം. ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ഗ്രഹത്തിലുള്ള അന്തേവാസികൾ അത്താഴം കഴിക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല. അത് അല്പമാത്രമെങ്കിലും കഴിച്ചിട്ട് വേണം കിടക്കാൻ എന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. ഏഴാമത്തെ അവർ പറഞ്ഞിരുന്ന കാര്യം, പിൻവശത്തുകൂടി സാധനങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുകയോ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പിൻവശത്തുകൂടി നമ്മളുടെ ഗ്രഹത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എട്ടാമത്തെ കാര്യം, നഖം മുറിക്കുക. പാക്കിന്റെ അടയ്ക്ക, അതായത് അടയ്ക്കയുടെ പുറന്തോൽ വേർപെടുത്തി ആ വേർപെടുത്തിയ തോട്, തൊലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ വീടിനകത്തും മുറ്റത്തുമായിട്ട് ഇടാതിരിക്കുക എന്നുള്ളതാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. ഇതൊരു പക്ഷേ ഭക്ഷണത്തിലും മറ്റും വീട് ആ ഭക്ഷണം മലീമസമാവുകയും വിഷമയമാവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഇത്തരം അശുദ്ധ വസ്തുക്കൾ ഒന്നും തന്നെ നമ്മളുടെ ഗ്രഹത്തിനുള്ളിലും മുറ്റത്തുമായിട്ട് നിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒമ്പതാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഉപ്പും ഉമിക്കരിയും കയ്യിൽ കൊടുക്കാൻ പാടില്ല, അത് കളയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഉപയോഗശേഷം ബാക്കിയുണ്ടെങ്കിൽ ഒരിക്കലും അത് കളയരുത് എന്നാണ്.
ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ് പഴമക്കാർ പറഞ്ഞത്. അത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നേരിട്ട് കയ്യിൽ കൊടുക്കാതെ താഴെ വെച്ചോ മറ്റോ എടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ പാടുള്ളൂ എന്നാണ് പഴമക്കാർ വിശ്വസിച്ചിരുന്നത്. 10ാമത്തെ കാര്യം, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി, പനി തുടങ്ങിയ കാര്യങ്ങൾ ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്കുണ്ട് എങ്കിൽ എണ്ണ പോലുള്ള കാര്യങ്ങൾ, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ഉണ്ടാക്കുക, എണ്ണയിൽ വറുത്ത കറി തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പാചകം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. ഇത് ആധുനിക ശാസ്ത്രവും അത് പറയുന്നുണ്ട്. ചിക്കൻ പോക്സ് പോലുള്ള മാരകമായിട്ടുള്ള പകർച്ചവ്യാധികൾ വരുമ്പോൾ ഒരിക്കലും എണ്ണ വറക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. 11ാമത്തേതും അവസാനത്തേതുമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അമ്മിയിലും അരകല്ലിലും ഒന്നും കയറി നിൽക്കാൻ പാടില്ല എന്നാണ്. ഇന്നത്തെ കാലത്ത് അമ്മിയും അരകല്ലും ഒന്നും പല വീടുകളിലുമില്ല. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാം ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഇരിക്കാനോ നിൽക്കാനോ കാലുകൊണ്ട് ചവിട്ടാനോ അല്ലെങ്കിൽ അശുദ്ധമാക്കാൻ പാടില്ല എന്നായിരിക്കാം അതിന്റെ ഉദ്ദേശം. ഏതെങ്കിലും വീട്ടിൽ, പഴയ വീട്ടിലൊക്കെ അമ്മിയും ഉരകല്ലും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനകത്ത് അതിൽ കയറി നിൽക്കാതിരിക്കുക. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. പലതും ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് പ്രസക്തി ഇല്ലാതായി തീരുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതിന്റെ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രഹത്തിൽ ഐശ്വര്യത്തെ നിലനിർത്താനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ട് നാം അത് കാര്യങ്ങളൊക്കെ അനുവർത്തിച്ചു കൊണ്ടുപോയാൽ ഗ്രഹത്തിൽ തീർച്ചയായിട്ടും ഐശ്വര്യത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഐശ്വര്യം നിലനിർത്താൻ അതുവഴി സാധിക്കുന്നതാണ്. വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഭവനത്തിൽ ഐശ്വര്യം നിലനിർത്താനായിട്ട് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണമെന്നാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരു വീട് വയ്ക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, വീട് വെച്ചതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ അറിയിക്കുന്നത്. വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടുള്ള നമ്മളുടെ ഐശ്വര്യത്തിന് ഉതകുന്ന കുറെ കാര്യങ്ങൾ. ഒരു വ്യക്തി താൻ പാർക്കുന്ന വീടിന്റെ വാസ്തുശാസ്ത്രം അനുകൂലമായാൽ ആ വ്യക്തിയുടെ മനസ്സുഖം, ജീവിതസുഖം, കുടുംബസുഖം, സമ്പത്ത്, ആരോഗ്യം തുടങ്ങി ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഇതെല്ലാം അനുകൂലമായി തീരുകയും വാസ്തു പ്രതികൂലമായാൽ ഇതിനെല്ലാം ദോഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട് വയ്ക്കുന്ന ആരംഭം മുതൽ അതിനുശേഷം നാം പാർക്കുമ്പോഴൊക്കെ ഒരു ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വാസ്തുശാസ്ത്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. വാസ്തുശാസ്ത്രം നിയമങ്ങളുടെയും കണക്കുകളുടെയും ഒരു സമുച്ചയം മാത്രമല്ല, അതൊരു ദർശനം കൂടിയാണ്. ഭൂമിയോട്, പ്രകൃതിയോട് ഇണങ്ങി മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ദർശനമാണ് വാസ്തുശാസ്ത്രം. ഭൂമി തിരഞ്ഞെടുക്കുന്നത് മുതൽ ഗ്രഹപ്രവേശം തുടങ്ങി അതിനുശേഷമുള്ള വാസ്തു അനുകൂലത എങ്ങനെ കൈവരിക്കാം എന്നാണ് നാം ചുരുക്കത്തിൽ ഇന്ന് പ്രതിപാദിക്കുന്നത്. സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുന്നത് ഈ ഭൂമിയാണ്. ആ ഭൂമി മാതാവാണ്. ആ ഭൂമി മാതാവിനെ നമ്മൾ ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഭൂമിക്ക് അനുകൂലമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഭൂമി മാതാവിന്റെയും ഈ പ്രപഞ്ചത്തിന്റെയും നമ്മൾ വസിക്കുന്ന ഗ്രഹത്തിന്റെയും ഒരു പാരസ്പര്യം ആണ് വാസ്തുശാസ്ത്രത്തിലൂടെ നാം ചെയ്യേണ്ടത്. ഈ പാരസ്പര്യത്തിന്റെ ഒരു പൊരുത്തം ഉണ്ടാക്കുക എന്നുള്ളതാണ് നാം അനുവർത്തിക്കേണ്ട പ്രധാന കർമ്മം. സ്ഥാനനിർണയം, ദിഗ്നിർണയം, വീതികൾ, ഖണ്ഡങ്ങൾ, സൂത്രങ്ങൾ, പദങ്ങൾ, മർമ്മങ്ങൾ, നക്ഷത്രങ്ങൾ, തിഥികൾ, ആഴ്ചകൾ, വയസ്സ്, ആയവ്യയങ്ങൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ചേരുന്നതാണ് വാസ്തുശാസ്ത്രം, വാസ്തുവിദ്യ. നാം ഗ്രഹം നിർമ്മിക്കുന്ന ഭൂമിക്ക് അനുസൃതമായി ആ ഗ്രഹത്തിന്റെ ഭാരം, തോളുകൾ, കൈകൾ, വ്യത്യസ്ത സ്ഥാനങ്ങൾ, അളവ്, രൂപം ഇവ യോജിപ്പിച്ചുകൊണ്ടാകണം ഒരു ഗ്രഹം നിർമ്മിക്കാനായിട്ട്. അങ്ങനെ പ്രകൃതിക്കിണങ്ങി ഗ്രഹം നിർമ്മിക്കുമ്പോൾ അതിൽ വസിക്കുന്ന മനുഷ്യർക്ക്, വ്യക്തികൾക്ക് ഐശ്വര്യം അത് ലഭിക്കുന്നതിന് കാരണമാകും. മറിച്ചായാൽ അത് നമുക്ക് നമ്മളുടെ വ്യക്തി ജീവിതത്തിലെ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യത കൊണ്ടുവരാം. 100% വാസ്തു അനുകൂലമാക്കിക്കൊണ്ട് നമുക്ക് ചിലപ്പോൾ വീട് വയ്ക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ ശരീരത്തിൽ വേദന വരുമ്പോൾ തൈലം എങ്ങനെയാണ്
പുരട്ടി നമ്മൾ വേദന ശമിപ്പിക്കുന്നതിന് ഇടയാക്കുന്നത് എന്നതുപോലെ തന്നെ നമുക്ക് 100% വാസ്തു അനുകൂലമല്ലാതെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ മൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അത്തരം സന്ദർഭങ്ങളില് നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമ്മളുടെ ഗ്രഹത്തിന്റെ എന്തെങ്കിലുമുള്ള പോരായ്മ പരിഹരിക്കുന്നതിനായിട്ട് നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് പ്രധാനമായിട്ട് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് നമ്മളുടെ ഭവനത്തെ ഐശ്വര്യമാക്കാൻ വാസ്തുശാസ്ത്രം ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമായിട്ട് ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്കുണ്ടാകുന്ന കുറവുകളെ പരിഹരിക്കാം. കൂടാതെ അനുകൂല ഊർജം നൽകുന്ന വസ്തുക്കൾ, വൃക്ഷലതാദികൾ തുടങ്ങിയവ നമ്മളുടെ ഗ്രഹത്തിനോട് ചേർത്ത് വാസ്തുശാസ്ത്രം അനുസരിക്കുന്ന രീതിയിൽ അത് ക്രമപ്പെടുത്തി നിർമ്മിക്കുക അല്ലെങ്കിൽ വൃക്ഷങ്ങൾ വയ്ക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പരിഹാരമായിട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ മർമ്മദോഷത്തിന് പഞ്ചശിര സ്ഥാപനവും മറ്റ് വാസ്തുദോഷങ്ങൾക്ക് വാസ്തു യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതും പരിഹാരമാണ്. ഇതിനു പുറമെ സുദർശന യന്ത്രം ആവശ്യമെങ്കിൽ വീട്ടിൽ സ്ഥാപിക്കാവുന്നതാണ്. ഗ്രഹത്തിൽ നാമജപം നടത്തുന്നതും ഒക്കെ വാസ്തുദോഷത്തെ ഇല്ലാതാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ്. അന്ധവിശ്വാസം കളഞ്ഞ് ഈശ്വര വിശ്വാസം വർദ്ധിപ്പിക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലൂടെയും നമുക്ക് വാസ്തു ക്രമപ്പെടുത്താനും നമ്മളുടെ വീട്ടിൽ ഐശ്വര്യത്തെ കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. ഗ്രഹത്തിൽ എന്തൊക്കെ പോസിറ്റീവ് എനർജിക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ വസ്തുവില് നമ്മൾ പോസിറ്റീവ് എനർജിക്കായിട്ട് നടേണ്ട വൃക്ഷങ്ങൾ, സസ്യലതാദികൾ തുടങ്ങിയവ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നതാണ്. ഈശ്വരൻ നമ്മളുടെ കൈകളിൽ ഒന്നും തന്നെ നേരിട്ട് എത്തിക്കുന്നതല്ല. നാം പ്രയത്നിക്കുക. ആ പ്രയത്നത്തിലൂടെ നമുക്ക് നമ്മളുടെ കുറവുകളെ, സാഹചര്യം മൂലം ഉള്ള പിഴവുകളെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും അതിന് ഈശ്വരൻ നമുക്ക് അനുഗ്രഹം നൽകും. കൂടാതെ വാസ്തു അനുകൂലമല്ലാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് ദുരിതങ്ങളോ വിഷമങ്ങളോ നമ്മളുടെ കാര്യങ്ങളിൽ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും അത് വാസ്തു അനുകൂലമല്ലാതെ ഗ്രഹത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന സമയത്തായിരിക്കും. ആ സമയത്ത് നമ്മൾ വീടുകൾ വൃത്തിയാക്കുക, പുണ്യാഹശുദ്ധി നടത്തുക. കൂടാതെ നവധാന്യം മുളപ്പിച്ച് നമ്മളുടെ ഗ്രഹത്തിന് ചുറ്റും ഗ്രഹത്തിനകത്തും ഒക്കെ സൂക്ഷിക്കുക, പുരയിടത്തിൽ വിതറുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വാസ്തു നമ്മളുടെ ഗ്രഹത്തിലെ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്ത് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. വീട് വൃത്തിയാക്കുമ്പോൾ കല്ലുപ്പ് ചേർത്ത ലായനി ഉപയോഗിക്കാം. കല്ലുപ്പ് വീട്ടിൽ പാത്രങ്ങളിൽ, സ്റ്റീലിലോ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളിലോ നിറച്ചു വെച്ചുകൊണ്ട് നമുക്ക് വീടിനകത്ത് പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. കൂടാതെ മഞ്ഞള് തുടങ്ങിയ നിരവധി വസ്തുക്കൾ നമുക്ക് ലഭ്യമാണ് പോസിറ്റീവ് എനർജിയെ നൽകുന്ന. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നാമജപം ശീലമാക്കിക്കൊണ്ട് നമുക്ക് പോസിറ്റീവ് എനർജിയെ ഗ്രഹത്തിൽ നിർത്താം. പോസിറ്റീവ് എനർജിക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. വാസ്തുശാസ്ത്രത്തിൽ അലമാരകളുടെ സ്ഥാനം എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ള ഒരു വിഷയമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. വാസ്തു സംബന്ധമായിട്ട് പലരും സംശയം ചോദിക്കുന്ന ഒരു വിഷയമാണ് അലമാര വീടിനുള്ളിൽ എവിടെ വെക്കണം, അലമാര ഏത് സ്ഥാനത്തും വെക്കാമോ തുടങ്ങി നിരവധി സംശയങ്ങൾ പലരും പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ അറിവിലേക്കായിട്ടാണ് ഈ വിഷയത്തെ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. നമ്മളുടെ വീട്ടിലെ സാധന സാമഗ്രികൾ വെക്കാനും ഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങൾ വെക്കാനും ഒക്കെ ആയിട്ട് മുറികളിൽ അലമാര നാം കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിക്കുകയോ റെഡിമെയ്ഡ് ആയിട്ട് ഉള്ള അലമാരകൾ വാങ്ങിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ അലമാര വെക്കുമ്പോൾ അതിന് പ്രത്യേക സ്ഥാനം വാസ്തുശാസ്ത്രത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തല്ലെങ്കിൽ അതിന്റെ ഊർജത്തിന്റെ, അതായത് നമ്മളുടെ ഓരോ മുറികളിലെയും പൊതുവെ വീടിന്റെയും ഒക്കെ ആ ബാലൻസിങ് താറുമാറാകുകയും അത് ഗ്രഹത്തിലുള്ളവർക്ക് ദോഷകരമായിട്ട് ഉള്ള അനുഭവങ്ങളിലേക്ക് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അലമാരകൾ നിർമ്മിക്കുകയോ വാങ്ങി വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് അതിന്റെ സ്ഥാനത്ത് വെക്കുന്നത് നമുക്ക് ഗ്രഹത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും അത് നല്ല ഫലങ്ങൾ തരുന്നതിനും ഒക്കെ കാരണമാകും. നമ്മളുടെ ഇഷ്ടാനുസരണം ഏതെങ്കിലും ഒക്കെ സ്ഥാനത്ത്, സ്ഥാനമല്ലാത്ത ഭാഗങ്ങളിൽ അലമാര സ്ഥാപിക്കുമ്പോൾ കുടുംബത്തില്
കുടുംബ ഭാരം വർദ്ധിക്കുകയും നമ്മളുടെ പുരോഗതിയെ അത് തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് അത് കൂടുതൽ ഐശ്വര്യത്തെ നൽകുന്നതായിട്ട് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു. അത്തരത്തിൽ ഓരോ വസ്തുക്കളും ചിട്ടപ്പെടുത്തി കൃത്യമായിട്ട് അതാതിന്റെ സ്ഥാനങ്ങളിൽ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ മേൽക്കുമേൽ ഐശ്വര്യം ഉണ്ടാകുന്നു എന്നും വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് അലമാരയുടെ സ്ഥാനം ഒന്ന് പരിശോധിക്കാം. വടക്ക് കിഴക്ക് തല വെച്ച് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് വാസ്തുപുരുഷ സങ്കല്പം. അപ്പൊ അത്തരത്തിൽ വാസ്തുപുരുഷന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗങ്ങളില് ഭാരം കൃത്യപ്പെടുത്തിക്കൊണ്ട് വേണം നാം ഗ്രഹ നിർമ്മാണത്തിന് ശ്രമിക്കേണ്ടത്. അപ്പൊ അത്തരത്തിൽ നമ്മളുടെ ഒരു ഗ്രഹനാഥന്റെ ശരീരത്തിൽ നാം ഭാരം എങ്ങനെ വെക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ സ്ഥാനനിർണയം നടത്തുന്നതിന്റെ ഉദ്ദേശം. നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ഭാരം എവിടെയൊക്കെ താങ്ങി നിർത്താനാകും, ആ പൊതു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വാസ്തുശാസ്ത്രത്തില് ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്. മൈക്രോ ആൻഡ് മാക്രോ, നമ്മളുടെ പുരാണത്തില് ഇതേ തത്വം തന്നെയാണ് നാം പൂർണ്ണമത പൂർണ്ണമിതം എന്ന ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിന്റെയും ചെറുതിൽ നിന്ന് വലുതാകുകയും അതാതിന്റെ ഘടനയിൽ വിഘടിക്കുമ്പോഴും ആ പൂർണ്ണം തന്നെ നിൽക്കുന്നു, ബ്രഹ്മം തന്നെ നിൽക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഈ ഭൂമി മുഴുവനായിട്ട് ഒരു വാസ്തുപുരുഷ സങ്കല്പവും അതിനെ ഓരോരുത്തരെ അവരവരുടേതായിട്ട് വിഭജിച്ച് ഗ്രഹ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പോയാൽ എങ്ങനെയാണോ പൂർണ്ണം ശേഷിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ആ വാസ്തുപുരുഷ സങ്കല്പം നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആ ചെറിയ പ്ലോട്ടിലേക്കും ഒതുങ്ങുന്നതായിട്ടാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നാം വീട് വയ്ക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും വീടിന്റെ ഓരോ മുറിയിലും പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പൊതുവാണ്. അപ്പൊ അത്തരത്തിൽ വടക്ക് കിഴക്കേ മൂലയിൽ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ പാടില്ല. അത് ആ മുറിയുടെ ഭാരത്തിന്റെ ബാലൻസിങ്ങിനെ താറുമാറാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അലമാര നമ്മൾ പണിഞ്ഞെടുക്കുകയോ കോൺക്രീറ്റിൽ ചെയ്തെടുക്കുകയോ വാങ്ങിയ അലമാര വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗത്താകരുത്. വാസ്തുപുരുഷന്റെ പാദത്തിന്റെ ഭാഗമായിട്ടുള്ള തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അതല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ ഒക്കെ ആയിട്ട് വേണം ക്രമീകരിക്കാൻ. അങ്ങനെ ക്രമീകരിക്കുന്ന പക്ഷം നമുക്ക് ആ മുറിയുടെയും പൊതുവെ നമ്മളുടെ വീടിന്റെയും ഒക്കെ ഒരു ഊർജ സംവിധാനത്തിന് അനുകൂലമായി തീരുന്നതാണ്. ഇത്തരത്തിൽ നാം വീട് പണിയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒഴിവാക്കി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വയ്ക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടും വയ്ക്കാം. നാം തടിയിൽ തീർത്തതോ അല്ലാതുള്ളതോ ആയിട്ടുള്ള അലമാരകൾ ചെയ്ത് വെക്കുമ്പോൾ അതില് നമ്മളുടെ രൂപം പ്രതിബിംബിക്കുന്നതായിട്ടുള്ള കണ്ണാടി വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ആ കുടുംബത്തിന്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കും. കണ്ണാടിയുള്ള അലമാരകളാണ് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. അത്തരത്തിൽ കണ്ണാടി ഉൾപ്പെടെ വാങ്ങിക്കേണ്ടുന്ന അവസരത്തിൽ നാം കിടക്കുന്ന കട്ടിലിൽ കിടന്നുകൊണ്ട് നമ്മളുടെ പ്രതിബിംബം കാണുന്ന രീതിയിലായിരിക്കരുത് നാം ആ അലമാര അറേഞ്ച് ചെയ്യാനായിട്ട്. ഇതേ തത്വം തന്നെ നാം വീടിന്റെ ഭിത്തിയിൽ ഘടിപ്പിക്കുന്നതായിട്ടുള്ള ഷെൽഫുകളിലും ബാധകമാണ്. മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ ആയിട്ട് നാം വെക്കുന്ന അലമാര വടക്കോട്ട് തിരിച്ചു വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ലെന്നുണ്ടെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആകാം, തെക്കോട്ട് ഒരിക്കലും തിരിച്ചു വെക്കാതിരിക്കുക. അലമാര, ഷെൽഫ് തുടങ്ങിയ നിർമ്മാണത്തിലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വാസ്തു അനുകൂലമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് വാസ്തുശാസ്ത്ര വിധി പ്രകാരം നമ്മളുടെ ഓരോരുത്തരുടെയും ഭാഗ്യദിക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് ചില നിയമങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ അനുശാസിക്കുന്നുണ്ട്. വീട് വയ്ക്കേണ്ട ദിക്ക് ആ ഗ്രഹനാഥന്റെ അല്ലെങ്കിൽ ഗ്രഹത്തിൽ താമസിക്കുന്ന ആളുകളുടെ ഭാഗ്യ ദിക്ക് ഇവയെല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വീടിന് ഐശ്വര്യമുണ്ടാകും. വീടിന്റെ പ്രധാന വാതില്, വീടിന്റെ ദിക്ക്, ഇതൊക്കെ വാസ്തു സംബന്ധമായിട്ടുള്ള ഭാഗ്യ ദിക്കിന് അനുസൃതമായിട്ട് ആയിരിക്കണം എന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ വഴിയുടെയോ അല്ലെങ്കിൽ വീടിന്റെ പ്രധാന ഭാഗത്ത് വരുന്ന വഴിക്ക് അനുസൃതമായിട്ട് വേണം
വീടിന്റെ ദിക്കിനെ നിശ്ചയിക്കാനായിട്ട് അതിനനുസരിച്ചുള്ള കണക്കിലായിരിക്കണം ആ വീട് നിർമ്മിക്കേണ്ടത് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഭാഗ്യദിക്കും വീട് അഭിമുഖീകരിക്കുന്ന ദിക്കുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. നാം താമസിക്കുന്ന വസ്തുവിന്റെ അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ ഭാഗ്യ ദിക്കില്, ആ ഗ്രഹനാഥന്റെ ഭാഗ്യ ദിക്കില് ഊർജം അനുകൂലമാകുന്ന രീതിയിൽ അനുകൂല വൃക്ഷങ്ങളും അനുകൂല ഊർജം തരുന്ന മറ്റ് കാര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അതുവഴി നമുക്ക് ഐശ്വര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. വീടിന്റെ ദിക്ക് നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ വീടിന് വെളിയിലോട്ട് ഇറങ്ങുന്ന വഴിയുടെ നേരെ ആയിരിക്കണം. പ്രധാന വാതിലും അത്തരത്തിൽ തന്നെ വഴിക്ക് നേരെ തന്നെ ആയിരിക്കണം. ഒരു കാരണവശാലും വഴി, ഇപ്പൊ ഉദാഹരണമായിട്ട് തെക്ക് ഭാഗത്ത് വഴിയുള്ള ഒരു വീടിന് കിഴക്കോട്ട് വാതിൽ ഇറങ്ങുന്ന രീതിയിൽ കൊടുക്കാതിരിക്കുക. നാം എങ്ങനെയാണോ നേരെ ഇരുന്നിട്ട് തല തിരിച്ചു വെക്കുന്നത് അതേ അനുഭവങ്ങൾ ആ വീട്ടിലെ അന്തേവാസികൾക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വഴിക്കനുസൃതമായിട്ട് ദിക്ക് ക്രമീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ദിക്കിനും അനുസരിച്ച് വാസ്തുശാസ്ത്രത്തിൽ അതിൻ്റെതായിട്ടുള്ള നല്ല അളവുകളുണ്ട്. ആ അളവിനെ തെരഞ്ഞെടുത്തുകൊണ്ട് തെക്ക് ദിക്കിനെ പലർക്കും പേടിയാണ്. ആ തെക്ക് ദിക്കില് വീട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നാണ് ചിലരുടെ അഭിപ്രായങ്ങൾ. പക്ഷെ തെക്ക് ദിക്കിലേക്ക് ദർശനമായിട്ട് വെക്കുന്ന വീടുകളിൽ താമസിക്കുന്നവർക്ക് വളരെയേറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതാത് ദിക്കിലേക്ക് ഗ്രഹം ക്രമീകരിക്കുമ്പോൾ ഓരോ മുറികളും അടുക്കള തുടങ്ങിയ ഭാഗങ്ങളും ക്രമപ്പെടുത്തി അതിന്റെ അളവിനനുസരിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാ ദിക്കിലേക്കും ഉള്ള ഗ്രഹങ്ങൾ നമുക്ക് അനുകൂല ഫലത്തെ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തെക്ക് ദിക്കിനെ പേടിക്കാതെ നിങ്ങൾ വീട് വയ്ക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐശ്വര്യത്തെ നൽകുന്നതാണ്. നമുക്ക് നമ്മളുടെ ഭാഗ്യ ദിക്കിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. നമ്മുടെ നക്ഷത്രത്തെ അനുസൃതമാക്കിയാണ് ഭാഗ്യ ദിക്കിനെ വാസ്തുശാസ്ത്രം നിർണയിച്ചിരിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് കിഴക്ക് ദിക്കും ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് തെക്ക് ദിക്കുമാണ് വാസ്തുശാസ്ത്രത്തിൽ ഭാഗ്യദിക്കായിട്ട് പറയുന്നത്. രോഹിണി മകയിര നക്ഷത്രക്കാർക്ക് പടിഞ്ഞാറ് ദിക്ക് ഭാഗ്യദിക്കായിട്ട് പറയുന്നു. തിരുവാതിര പുണർദം പൂയം എന്നീ നക്ഷത്രക്കാർക്ക് വടക്ക് ദിക്ക് ഭാഗ്യദിക്കായിട്ട് പറയുന്നു. ആയില്യം നക്ഷത്രക്കാർക്ക് കിഴക്കും മകൻ നക്ഷത്രക്കാർക്ക് തെക്കും പൂരത്തിന് വടക്ക് ദിക്കും ഉത്രത്തിന് തെക്ക് ദിക്കും അത്ത നക്ഷത്രക്കാർക്ക് പടിഞ്ഞാറ് ദിക്കും ചിത്തിര നാളുകാർക്ക് വടക്ക് ദിക്കും ചോതി നക്ഷത്രക്കാർക്ക് വടക്കും പടിഞ്ഞാറും ദിക്കും വിശാഖം നാളുകാർക്ക് കിഴക്ക് ദിക്കും അനിഴം നക്ഷത്രക്കാർക്ക് കിഴക്ക് ദിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തെക്ക് ദിക്കും കിഴക്ക് ദിക്കും മൂലം നക്ഷത്രക്കാർക്ക് തെക്ക് ദിക്കും പൂരാടം നക്ഷത്രക്കാർക്ക് തെക്കും പടിഞ്ഞാറും ദിക്കുകളും ഉത്രാട നക്ഷത്രക്കാർക്ക് തെക്ക് ദിക്കും തിരുവോണം അവിട്ടം എന്നീ നാളുകാർക്ക് വടക്ക് ദിക്കും ചതയം നാളുകാർക്ക് കിഴക്ക് ദിക്കും പുരുട്ടാതി നക്ഷത്രത്തിന് കിഴക്കും പടിഞ്ഞാറും ദിക്കുകളും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് തെക്കും കിഴക്കും ദിക്കുകളും ഭാഗ്യ ദിക്കുകളായിട്ട് കരുതുന്നു. ഇത്തരത്തിൽ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയപ്പെട്ടിട്ടുള്ള ദിക്കുകൾക്ക് ഭാഗ്യ ദിക്കുകൾക്ക് ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ ഭാഗ്യ ദിക്കിനെ നാം പരിപാലിക്കുകയും ആ ഭാഗത്ത് നമുക്ക് അനുകൂല ഊർജം തരുന്ന വസ്തുക്കളെ സ്ഥാപിക്കുകയും അനുകൂല ഊർജത്തെ നൽകുന്ന വൃക്ഷങ്ങൾ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഐശ്വര്യമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അധികം അന്ധവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാതെ വിശ്വാസം പുലർത്തിക്കൊണ്ട് നമ്മളുടെ ഗ്രഹത്തെ അനുകൂല ഊർജം വർദ്ധിപ്പിക്കുക. എല്ലാവർക്കും ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്ന് നമുക്ക് അല്പം വാസ്തുശാസ്ത്രം പ്രതിപാദിക്കാം. ഇന്നത്തെ വിഷയം മതിൽ നിർമ്മാണത്തിലെ വാസ്തുശാസ്ത്ര കാര്യങ്ങൾ. പലരും വീട് വെക്കുമ്പോഴൊക്കെ കാര്യമായിട്ട് വാസ്തു അനുകൂലമാക്കി ചെയ്യാറുണ്ട്. എന്നാൽ അതിനുശേഷമോ അതിനു മുമ്പോ ഒക്കെ ആയിട്ട് മതിൽ നിർമ്മിക്കുമ്പോൾ വേണ്ട രീതിയിൽ വാസ്തുപരമായിട്ട് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു സത്യം. അപ്പൊ ഇത്തരത്തിൽ മതിൽ നിർമ്മാണത്തിൽ അപാകത വരുമ്പോഴും വാസ്തുശാസ്ത്രം പ്രതികൂലമാവുകയും ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യാം. നാം നിസ്സാരമെന്ന് കരുതുന്ന മതിൽ നിർമ്മാണത്തിലും വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത്തരം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ലഘുവായിട്ട് പറഞ്ഞു പോവുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആഡംബരപൂർവ്വം മതിൽ നിർമ്മിക്കുമ്പോഴും അത് വേണ്ട രീതിയിൽ
വാസ്തുശാസ്ത്രം അനുകൂലമാക്കിക്കൊണ്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. പല ഗ്രഹങ്ങളിലും മതിലൊക്കെ ചെയ്യുമ്പോൾ അത് വാസ്തുവിന് വിരുദ്ധമായിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ കരുതിയിട്ടുള്ളത്. ഒരു ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ കൊണ്ട് സമ്പാദിച്ച പണം കൊണ്ട് മണിമന്ദിരങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ അതിന് തുല്യമായിട്ട് കൃത്യമായിട്ട് വാസ്തു കൂടി അനുകൂലമാക്കിക്കൊണ്ട് ഗ്രഹവും അതിനോട് ചേർന്ന് ചുറ്റുമതിലുകളും ഒക്കെ നിർമ്മിച്ചാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എപ്പോഴും മനുഷ്യൻ ഉയർച്ചയിലേക്ക് പോവുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിന് പകരമായിട്ട് താഴ്ചയിലേക്ക് പോകുന്നത് ഇത്തരത്തിലൊക്കെ നാം വാസ്തു അനുകൂലമാക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ്. വാസ്തുശാസ്ത്രത്തോടൊപ്പം ബലവും ഉറപ്പുള്ളതുമായ ചുറ്റുമതിൽ നിർമ്മിക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഗ്രഹത്തിന്റെ ചുറ്റുമതിൽ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വാസ്തുകാര്യത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തായി കാണുന്ന ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന പ്രചോദനം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വീടുകളുടെ നിർമ്മിതി പോലെ തന്നെ ചുറ്റുമതിലിന്റെ നിർമ്മിതിയിലും വാസ്തുശാസ്ത്രങ്ങൾ 100% പാലിക്കുക തന്നെ വേണം. ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. പലപ്പോഴും ഗ്രഹത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വളവ് പല ഗ്രഹങ്ങളുടെയും ചുറ്റുമതിലിന് കാണുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്ക് മൂലയിലൊക്കെ വഴി കൊടുക്കുമ്പോൾ അത് വളച്ച് കെട്ടിക്കൊണ്ട് വഴി കൊടുക്കുക. കിഴക്കും വടക്കും ഭാഗത്തൊക്കെ പ്രധാന വഴികൾ ഉള്ളപ്പോൾ ആ വഴികളെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ആ വഴികൾക്ക് വേണ്ടിയിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ചുറ്റുമതിലിൽ വളവ് കൊടുക്കുക. അതായത് ചുറ്റുമതിൽ മുറിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു വളവുണ്ടാക്കി മതിൽ പണിയുക എന്നുള്ളത് പലയിടത്തും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ വളച്ചു പണിയുന്ന വടക്ക് കിഴക്ക് ഭാഗത്തെ മതിൽ വീട്ടിലെ അന്തേവാസികൾക്ക് ദോഷകരമാണ്. കുട്ടികളുടെയും ഗ്രഹനാഥന്റെയും അഭിവൃദ്ധിയെ അത് തടസ്സപ്പെടുത്തുന്നതാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാന കെട്ടിടത്തിനെക്കാട്ടിൽ അതായത് ഒന്നാമത്തെ നിലയേക്കാൾ ഉയരത്തിൽ ചുറ്റുമതിൽ നിർമ്മിക്കാൻ പാടില്ല. ചുറ്റുമതിലിലെ അലങ്കാര ഗോപുരം പോലും ഒന്നാമത്തെ നിലയേക്കാൾ ഉയരത്തിലാകാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇരുനിലകളൊക്കെ ഉള്ള വീടുകളിൽ അതൊരു ഒഴിവായിട്ട് എക്സംഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഗ്രഹത്തിനെ മറികടന്നുകൊണ്ട് അതിന് മുകളിലേക്ക് അലങ്കാര ഗോപുരങ്ങൾ പോലും നിർമ്മിക്കാൻ പാടില്ല. വീടിന്റെ പ്രധാന വാതിലിൽ നിന്ന് ദർശനം ലഭിക്കാത്ത രീതിയിലായിരിക്കണം ചുറ്റുമതിലിന്റെ നിർമ്മാണം. അതുപോലെ തന്നെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് മതിലിൽ വിള്ളലോ മറ്റ് ദ്വാരങ്ങളോ അലങ്കാരത്തിനായിട്ട് വിള്ളൽ പോലുള്ള ചില ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അത് ആ വീട്ടിലെ ദാരിദ്ര്യത്തിനും മറ്റ് പലതരത്തിലുള്ള നഷ്ടങ്ങൾക്കും ഒക്കെ സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റുമതിലിന്റെ നിർമ്മാണം തുടങ്ങുന്നത് ശനി, ഞായർ, ചൊവ്വ എന്നീ ദിവസങ്ങളിലാകാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. പാപവാരങ്ങളിൽ ഒഴികെ ശുഭവാരങ്ങളിൽ വാസ്തുപരമായിട്ട് ചുറ്റുമതിൽ നിർമ്മാണം ആരംഭിക്കുക. ചുറ്റുമതിൽ തുടങ്ങുന്നതിന് പ്രതിപദ, പഞ്ചമി, ഷഷ്ടി, ദശമി എന്നീ തിഥികൾ ശുഭമായിട്ട് പറയുന്നുണ്ട്. ഈ തിഥികളിൽ ഏതെങ്കിലും മതിൽ നിർമ്മാണത്തിന് ആരംഭത്തിന് തുടങ്ങാവുന്നതാണ്. പൗർണമി തിഥിയുടെ ദിവസവും ചുറ്റുമതിൽ നിർമ്മാണം ആരംഭിക്കുന്നത് ശുഭകരമാണ്. തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ കന്നിമൂല ഭാഗത്ത് മറ്റ് ഭാഗങ്ങളെക്കാട്ടിൽ മതിൽ ഉയർന്നു നിൽക്കുന്നത് ശുഭകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. മതിലിന്റെ കിഴക്കും വടക്കും ഭാഗങ്ങൾ കന്നിമൂല ഭാഗത്തേക്കാൾ താഴ്ന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഉയർച്ച താഴ്ചകളിലൂടെ മതിൽ നിർമ്മാണം അസാധ്യമാണ് എങ്കിൽ 3 അങ്കുലമെങ്കിലും ഉയർത്തി ചെയ്യുക എന്നുള്ളതാണ്. അതായത് 9 സെന്റിമീറ്റർ എങ്കിലും ഉയർത്തി നിർത്തി മതിൽ നിർമ്മിക്കുക എന്നുള്ളതാണ് നാം പരിഹാരമായിട്ട് ചെയ്യേണ്ടത്. 9 സെന്റിമീറ്റർ അഥവാ 3 അങ്കുലം. ചുറ്റുമതിൽ നിർമ്മിക്കുമ്പോൾ ഗേറ്റിനും ഉചിതമായ സ്ഥാനം കാണണം. ഒന്നിലധികം വാതിലുകൾ ഉള്ളത് നല്ലതാണ്. ഒരേ വശത്ത് തന്നെ പ്രധാന വശത്ത് 2 വാതിൽ കൊടുക്കുന്നതും ശുഭകരമായിട്ട് പറയുന്നുണ്ട്. വെളിയിലേക്കുള്ള പ്രധാന ദ്വാരം തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്ഥാനനിർണ്ണയം നടത്തി തന്നെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് നാം ഒരു ചുറ്റുമതിൽ നിർമ്മിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. പണി കഴിഞ്ഞതിന് ശേഷം ചുറ്റുമതിൽ കേടുപാടുകൾ സംഭവിക്കുകയോ വിള്ളൽ വീഴുകയോ മറ്റോ ചെയ്താൽ അത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. കൂടാതെ ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക്
ദോഷകാലത്തെയും സൂചിപ്പിക്കുന്നതാണ്. മതിൽ അകത്തേക്ക് മറിഞ്ഞു വീഴുമ്പോൾ, അതായത് നിർമ്മാണം കഴിഞ്ഞ മതിൽ അകത്തേക്ക് മറിഞ്ഞു വീഴുന്നത് ജീവഹാനിയെ വരെ ബാധിക്കാം എന്നുള്ള ഇത് പറയുന്നുണ്ട്. അതുകൂടാതെ മതിൽ പുറത്തേക്കാണ് മറിഞ്ഞു വീഴുന്നതെങ്കിൽ ആ ഗ്രഹത്തിൽ മോഷണം പോലുള്ള കാര്യങ്ങൾ നടന്നേക്കാൻ സാധ്യതയുണ്ട് എന്നും ശാസ്ത്രം പറയുന്നു. എന്തു തന്നെ ആയാലും ഇത്തരം കാര്യങ്ങൾ, അതായത് വാസ്തുശാസ്ത്രം അനുകൂലമാക്കിക്കൊണ്ട് ഗ്രഹത്തിന്റെ ചുറ്റുമതിലുകൾ നിർമ്മിക്കുക. ഇന്ന് അല്പം വാസ്തുശാസ്ത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ കലഹമുണ്ടോ? നിരന്തരമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ അകാരണമായിട്ടും കലഹമുണ്ടാകുന്നുണ്ടോ? കുടുംബ അംഗങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലാത്ത ബന്ധങ്ങൾ വളരുകയാണ്. കുടുംബത്തിൽ അന്തഃഛിദ്രം വളരുകയാണ്. കുടുംബാംഗങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ദൈനംദിനമായിട്ടുള്ള അന്തഃഛിദ്രങ്ങളും കലഹങ്ങളും ഒക്കെ കുടുംബത്തിലെ മുതിർന്നവരെയും എല്ലാ അംഗങ്ങളെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ബാധിക്കാം. ഇത് കുട്ടികളെയും പ്രായം ചെന്നവരെയും പ്രത്യേകമായിട്ട് അവരുടെ മനസ്സിനെ ബാധിക്കാം. നമുക്ക് ഇന്ന് വാസ്തുശാസ്ത്ര പ്രകാരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിസ്സാരമായിട്ടുള്ള ചെറിയ ഉപായത്തിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കലഹവും അന്തഃഛിദ്രവും ഒക്കെ ഇല്ലാതാക്കി കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാം. ഒരു കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നുവെങ്കിൽ അതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കാരണത്താലാണ് കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ള വിഷയമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മിക്കവാറും ഇത്തരം കുടുംബത്തിലെ സംഘർഷങ്ങൾക്ക് കാരണം തെക്ക് പടിഞ്ഞാറ് ദിക്കായിരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, വീടിന്റെയോ പുരയിടത്തിന്റെയോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ജലസ്രോതസ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അത്തരത്തിൽ ജലസ്രോതസ് ഉണ്ട്, അത് തുറന്നു വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് അടയ്ക്കുവാനുള്ള മാർഗം നോക്കണം. അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂല, അതായത് നമ്മൾ കന്നിമൂല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ, കട്ടിങ്, കോർണർ കട്ടിങ് എന്നൊക്കെ പറയുന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ക്രമപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. കൂടാതെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, കെട്ടിടത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തെക്കേ ഭിത്തിയുടെ ഭാഗത്തോ പടിഞ്ഞാറേ ഭിത്തിയിലോ പ്രധാന വാതിലുണ്ട് അല്ലെങ്കിൽ മറ്റു വാതിലുകൾ ഉണ്ടെങ്കിൽ അതും കുടുംബകലഹത്തിന് കാരണമാകാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു കുടുംബത്തിലെ സ്വസ്ഥത നശിപ്പിക്കാൻ തക്ക പ്രാപ്തിയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു വാസ്തു വിദഗ്ധന്റെ സഹായം തേടിക്കൊണ്ട് എന്ത് പരിഹാരമാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കുക. വാതിലുകളുടെയും മറ്റും സ്ഥാനദോഷത്തെ സംബന്ധിച്ച് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. എന്റെ സ്ക്രീനിലും ആ വീഡിയോയുടെ ലിങ്ക് നൽകുന്നതാണ്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക, അത് പരിഹരിക്കാനുള്ള മാർഗത്തെ നോക്കി പരിഹാരം കാണുക. ഇത്തരത്തിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ വീടിനെ പുനഃക്രമീകരിക്കുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ പ്രയാസമുള്ള കാര്യമായിരിക്കാം. അങ്ങനെ വരുമ്പോൾ പഞ്ചഭൂത തത്വങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് അനുകൂല ഊർജം വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ ദോഷത്തെയൊക്കെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അതിന് ശമനം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. പഞ്ചഭൂത തത്വപ്രകാരം വീടിനെ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ള നിരവധി വീഡിയോകൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നോക്കി അത് മനസ്സിലാക്കി വീടിൽ അനുകൂല ഊർജം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാര മാർഗം. ഇന്ന് ഞാൻ കന്നിമൂലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അല്പ വാസ്തു കാര്യങ്ങളാണ് പറയുന്നത്. 8 ദിക്കുകളിലും ഏറ്റവും ശക്തിയേറിയ, പ്രത്യേകിച്ച് മലയാളക്കരയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു ഭാഗമാണ് കന്നിമൂല. നമുക്ക് കന്നിമൂല വളരെ വിശേഷപ്പെട്ടതായിട്ട് നമ്മളുടെ പൂർവികർ മുതൽ ആലോചിച്ച് ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്. നാം കന്നിമൂലയ്ക്ക് അധികം പ്രാധാന്യം മറ്റുള്ളവരെക്കാൾ കൊടുത്തിരുന്നു. എന്താണ് കന്നിമൂലയുടെ ഈ പ്രാധാന്യത്തിന് കാരണം? കന്നിമൂല എന്ന വിഷയത്തെക്കുറിച്ച് ഗഹനമായിട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം.
വാസ്തുശാസ്ത്ര പ്രകാരം 8 ദിക്കുകളാണുള്ളത്. ആ 8 ദിക്കിനും 8 അധിപതിമാരുണ്ട്. 8 ദിക്കിൽ 7 ദിക്കിനും ദേവന്മാരാണ് അധിപതികളായിട്ടുള്ളത്. എന്നാൽ കന്നി മൂലയ്ക്ക് അഥവാ നിർതികോണിന് മാത്രം ഒരു അസുരനെ അധിപതിയായിട്ട് നിശ്ചയിച്ചു. എന്താണ് അസുരൻ അധിപതിയായിട്ട് ആ കന്നിമൂലയ്ക്ക് വരാനുള്ള കാരണം? അതുകൊണ്ട് തന്നെ ആ കന്നിമൂലയുടെ പ്രാധാന്യത്തെയാണ് അത് കാണിക്കുന്നത്. കന്നിമൂല ദോഷകരമായ അവസ്ഥയിലാണ് എങ്കിൽ അത് ഗുണമായാലും ദോഷമാണെങ്കിലും വളരെ പെട്ടെന്ന് ഫലം നൽകും. അത് നമ്മളുടെ ആ ഗ്രഹത്തിൽ വസിക്കുന്നവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ദോഷാനുഭവങ്ങളും അഥവാ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ഗുണാനുഭവങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും എന്നാണ് പറയുന്നത്. കന്നിമൂല ഉയർന്നു കിടക്കുകയോ താഴ്ന്നു കിടക്കുകയോ മലിനമായതോ വൃത്തിയോടുകൂടി പരിപാലിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഗ്രഹത്തിൽ അതാതിന്റെ ഫലം വളരെ പെട്ടെന്ന് ലഭിക്കും. കന്നിമൂല താഴ്ന്നു കിടക്കാൻ പാടില്ല, കന്നിമൂല ഉയർന്നു കിടക്കുക എന്നുള്ളതാണ് നമ്മളുടെ വാസ്തുശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ കന്നിമൂലയിൽ കുളങ്ങളോ കിണറോ മലിനജലം ഒഴുകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളോ അഴുക്ക് വസ്തുക്കളോ ഒന്നും സംഭരിച്ചു വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പാടില്ലാത്തതായിട്ട് പറയുന്നുണ്ട്. കന്നിമൂല പൊതുവെ ഈശാനകോൺ പോലെ തന്നെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സ്ഥലമായിരിക്കണം. ഈശാനകോൺ എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയാണ്. ആ വടക്ക് കിഴക്കേ മൂലയുടെ ഈശാനകോണിന്റെ വിഷയം, അതിന്റെ പ്രാധാന്യമൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നതാണ്. മലിനമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കന്നിമൂലയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രഹത്തിന്റെ ആണെങ്കിലും പുരയിടത്തിന്റെ ആണെങ്കിലും കന്നിമൂല ഭാഗത്ത് ശൗചാലയങ്ങളൊന്നും തന്നെ ഒരു കാരണവശാലും പാടില്ല. നമ്മളുടെ ഭൂമിയുടെ പ്രദക്ഷിണ വിധി അനുസരിച്ചിട്ട് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള പ്രദക്ഷിണമായിട്ട് കറങ്ങുന്ന ഭൂമിയുടെ വിധി അനുസരിച്ചിട്ട് കന്നിമൂലയിൽ നിന്നും, അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നും വടക്ക് കിഴക്ക് ഈശാനകോണിലേക്കാണ് ആ ഭൂമിയുടെ പ്രദക്ഷിണം. കന്നിമൂലയിൽ നിന്ന് ഈശാനകോണിലേക്ക് ഉള്ള ഭൂമിയുടെ ഊർജത്തിന്റെ പ്രഭാവം കാരണം കന്നിമൂലയിൽ അശുദ്ധ വസ്തുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടാകുന്ന പക്ഷം ആ അശുദ്ധി ഈശാനകോണിലേക്ക് ഭൂമിയുടെ പ്രദക്ഷിണം, വായു സഞ്ചാരം, ആ ഊർജത്തിന്റെ സഞ്ചാരം എന്നീ കാരണങ്ങളാൽ അത് ഈശാനകോണിലേക്ക് എത്തുകയും നമ്മളുടെ ഗ്രഹത്തിലും നമ്മളുടെ പുരയിടവും ഗ്രഹവും ഒക്കെ മലീമസമാകുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കന്നിമൂലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നമ്മളുടെ ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. കന്നിമൂല മലീമസമായാൽ എന്തെല്ലാം ദോഷഫലങ്ങൾ ഉണ്ടാകാം. ആ ഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് ധനത്തിന്റെ ദൗർലഭ്യവും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനഹാനി ഉണ്ടാകുകയും കൂടാതെ ആ ഗ്രഹത്തിൽ വസിക്കുന്ന ഗ്രഹനാഥന്മാർക്കോ മറ്റോ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ദുർശീലങ്ങൾ ഉണ്ടാകുകയും അതിന് അടിമപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടാതെ ഗ്രഹത്തിലുള്ളവർ തമ്മിലും മറ്റുള്ളവരുമായിട്ടും ഒക്കെ കലഹം വർദ്ധിക്കാനും തൊഴിൽ മേഖലയില് ക്രമേണയായിട്ട് നാശമുണ്ടാകുക തുടങ്ങിയ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഗ്രഹത്തിലെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, അവരുടെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവരുടെ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും ഒക്കെ അത് തടസ്സപ്പെടുത്താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയാണ് കന്നിമൂല മലീമസമാകുന്നത് കൊണ്ട്. പ്രപഞ്ചത്തിലെ ഗുണപരമായിട്ടുള്ള ഊർജങ്ങൾ ഒന്ന് കിഴക്ക് നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറ് അവസാനിക്കുന്നതും ഒന്ന് വടക്ക് നിന്ന് ആരംഭിച്ച് തെക്ക് അവസാനിക്കുന്നതുമായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കിഴക്ക് നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറ് അവസാനിക്കുകയും വടക്ക് നിന്ന് ആരംഭിച്ച് തെക്ക് അവസാനിക്കുകയും ചെയ്യുമ്പോൾ തെക്കും പടിഞ്ഞാറുമായിട്ടുള്ള ഭാഗത്താണ് ഇതിന്റെ രണ്ടിന്റെയും ഈ ഊർജങ്ങളുടെ അവസാന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഊർജം കേന്ദ്രീകരിക്കുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ തെക്കും പടിഞ്ഞാറും ചേരുന്ന കന്നിമൂല ഭാഗം, തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം അഥവാ നിരുതി കോൺ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ഈ ഊർജങ്ങളുടെ എല്ലാം പ്രഭാവം അവസാനിക്കുന്നത്. അതായത് ഈ ഊർജങ്ങളെല്ലാം അവിടെ സംഭരിച്ചു വയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആണ് ശാസ്ത്രീയമായിട്ട് ആ കന്നിമൂലയ്ക്കുള്ള പ്രാധാന്യം. രണ്ട് ഊർജങ്ങളും സന്ധിക്കുന്ന ഭാഗത്തിനാണ് കന്നിമൂല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കന്നിമൂലയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കന്നിമൂല ഭാഗത്ത് അശുദ്ധമായിട്ടുള്ള യാതൊരു കാര്യവും നാം അനുവർത്തിക്കാതിരിക്കുക. നമ്മളുടെ ഗ്രഹത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ശൗചാലയം പോലെയുള്ള അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അശുദ്ധി ബാധിക്കുന്നതായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുകയോ അതിന് വേണ്ട പരിഹാരം ചെയ്യുകയോ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ഗ്രഹം അനുകൂലമായാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. വാസ്തുശാസ്ത്രപ്രകാരം 100% കൃത്യമാക്കിക്കൊണ്ട് ഒരാൾക്ക് വീട് വെക്കാനോ
ഇന്നത്തെ കാലത്ത് താമസിക്കാനും ഒക്കെ കഴിയില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ വാസ്തു അനുകൂലമാക്കിയാൽ നമ്മളുടെ ജീവിതത്തെ അത് ആകമാനം മാറ്റിമറിക്കുകയും ഉയർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും വാസ്തുശാസ്ത്രം വളരെയേറെ സത്യമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ആധുനിക ശാസ്ത്രങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നാം പാലിക്കുക. നമ്മളുടെ ശാസ്ത്രങ്ങൾ 100% ശാസ്ത്രീയമാണ്. അതിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് പോലും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരില്ല. ഇന്ന് അല്പം വാസ്തുശാസ്ത്ര ചിന്തയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കൈവരിക്കാനായിട്ട് നമ്മളുടെ ഗ്രഹത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള വാസ്തുശാസ്ത്ര പ്രകാരം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 8 കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിക്കണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾക്ക് പോലും പലർക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. അതുപോലെ തന്നെ പരീക്ഷ പേടി, പരീക്ഷ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ ഭയം ഉണ്ടാകുക, ഇത്തരം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ കുട്ടികൾക്ക് ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. വീടിന്റെ വാസ്തു അനുകൂലമായാൽ കുറെ അധികം അനുകൂല ഊർജത്തെ അവർക്ക് ലഭിക്കുകയും അതുവഴി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനത്തിൽ വിജയം കൈവരിക്കാനും ഒക്കെ സാധിക്കും. അതിനുവേണ്ട വാസ്തു നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ വാസ്തു നിയമങ്ങൾ അനുസരിക്കുക വഴി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനത്തിലും പരീക്ഷയിലും ഒക്കെ മികച്ച വിജയം നേടിയെടുക്കാനും ഒക്കെ സാധിക്കുന്നതായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. ഇത്തരത്തിൽ കുട്ടികളുടെ വിജയത്തിനായിട്ട് ചെയ്യേണ്ട വാസ്തുശാസ്ത്ര പ്രകാരം അനുവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 8 കാര്യങ്ങളെയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, അവർ കിടക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഒരു കാരണവശാലും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തലവെച്ച് കിടക്കാതിരിക്കുക. കിഴക്കോട്ട് ആവാം, തെക്കോട്ടും ആവാം. ഒരു കാരണവശാലും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തലവെച്ച് കിടക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, പഠിക്കുന്ന കുട്ടികൾ വീടിന്റെ വടക്ക് കിഴക്കേ മുറിയിൽ ഒരിക്കലും കിടന്നു ഉറങ്ങാതിരിക്കുക. പഠിക്കുന്ന കുട്ടികൾക്ക് വടക്ക് കിഴക്കേ മൂലയിലുള്ള മുറി ഒരിക്കലും നൽകരുത്. മൂന്നാമത്തെ കാര്യം, കുട്ടികളുടെ കിടപ്പ് മുറിയിലും പഠിക്കുന്ന മുറിയിലും കണ്ണാടി, നിലക്കണ്ണാടി വെക്കാൻ പാടില്ല. നമ്മളുടെ പ്രതിരൂപം കാണുന്ന രീതിയിലുള്ള കണ്ണാടി വെക്കാൻ പാടില്ല. നാലാമത്തെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം പഠിക്കാനായിട്ട്. അതല്ല എങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുക. ഒരിക്കലും തെക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് പഠിക്കാതിരിക്കുക. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, പഠനമുറിയുടെയോ അല്ലെങ്കിൽ വീടിന്റെയോ വടക്ക് കിഴക്കേ ഭാഗത്ത് ആയിരിക്കണം അവരുടെ പഠനമുറിയോ പഠനമുറിയുടെ വടക്ക് കിഴക്കേ മൂലയിൽ മേശയോ ഇട്ടുകൊണ്ട് വേണം പഠിക്കാനായിട്ടിരിക്കാനായിട്ട്. അതായത് വടക്ക് കിഴക്കേ മൂല, വീടിന്റെ ആണേലും പഠനമുറിയുടേതാണേലും വടക്ക് കിഴക്കേ മൂലയിലായിരിക്കണം പ്രധാനമായിട്ട് പഠനത്തിനായിട്ട് ഇരിക്കേണ്ടത്. ഇപ്രകാരം വടക്ക് കിഴക്കേ മൂലയിൽ പഠനത്തിനായിട്ടിരിക്കുമ്പോൾ ജനലുള്ള ഭാഗം തീർച്ചയായിട്ടും തെരഞ്ഞെടുത്തുകൊണ്ട് വേണം അത് ക്രമീകരിക്കാനായിട്ട്. ആറാമതായി വാസ്തുശാസ്ത്ര പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കുന്ന മേശയുടെ, പഠനത്തിനായിട്ടിരിക്കുന്ന മേശയുടെ മുകളിൽ പുസ്തകങ്ങൾ അടുക്കി വെക്കാതിരിക്കുകയും സാധന സാമഗ്രികൾ അലങ്കോലമായി വെക്കാതിരിക്കുകയും ചെയ്യുക. ഏഴാമതായിട്ട്, പഠനമുറി വീടിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിലായിട്ട് ക്രമീകരിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നുണ്ട്. വീടിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ പഠനമുറി ഉണ്ടാകുമ്പോൾ ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ആനുകൂല്യം ആ പഠിക്കുന്ന കുട്ടിക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. ബുധൻ ബുദ്ധിവികാസത്തിനും, വ്യാഴം ഉത്സാഹത്തിന്റെയും, ചന്ദ്രൻ പുതിയ ആശയങ്ങളുടെയും, ശുക്രൻ അറിവിനെയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ജ്യോതിഷ പ്രകാരം, വാസ്തു ജ്യോതിഷ പ്രകാരം ഈ ഗ്രഹങ്ങളുടെ ആനുകൂല്യം ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് പഠനത്തിൽ മികച്ച വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. എട്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പഠനമുറിയുടെ ചുമരുകൾക്ക് പച്ച, മഞ്ഞ നിറങ്ങൾ നൽകുക എന്നുള്ളതാണ്. കർട്ടൻ, കാർപ്പറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും ഈ നിറങ്ങളുടെ വകഭേദങ്ങളായിട്ടുള്ള നിറങ്ങൾ നൽകുന്നത് അവരുടെ പഠനത്തെ നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കും. ഇത്തരത്തിൽ മേൽപ്പറഞ്ഞ 8 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് പഠനത്തിൽ കൂടുതൽ വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും.
എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.